ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നേഹനിധി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ആദിമോൻ്റെ ബർത്ത്ഡേയുടെ സെക്കൻഡ് സെലിബ്രേഷനാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ, നമ്മളൊന്നും കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ സെലിബ്രേഷനിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ഒന്നും കൂടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ന്യൂ ഇയർ നൈറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം നമ്മുടെ ന്യൂ ഇയർ ആഘോഷമായി, ബർത്ത്ഡേ സെലിബ്രേഷനുമായി. അപ്പം നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് മാളയിലേക്ക് പോകുന്ന വഴിക്കുള്ള, കൊടുങ്ങല്ലൂരിൽ നിന്ന് മാളയിലേക്ക് പോകുന്ന വഴിക്കുള്ള ബ്ലൂ സാഗൂൺ എന്ന് പറയുന്ന ലോട്ടസ് സ്റ്റേക്കേഷൻസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒത്തിരി നാളായിട്ട് വിചാരിക്കുന്നത്, കാരണം ചേച്ചിയുടെ മോള് പഠിക്കുന്നത് മാള ഹോളി ഗ്രേസിലാണ്. അപ്പം ആ വഴിക്ക് പോകുമ്പോഴെല്ലാം, ഞങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴെല്ലാം ഇത് കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കുമായിരുന്നു ഇവിടെ വരണം, ഒരു തവണയെങ്കിലും ഇവിടെ ഒന്ന് വരണം എന്ന് എപ്പോഴും വിചാരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിഞ്ഞ തവണ വീട്ടിൽ വെച്ചിട്ടാണല്ലോ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഇവിടെ ആക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ചെറായിലൊരു ആനന്ദ റിസോർട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇത്തവണ നമ്മൾ ചെറായിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ന്യൂ ഇയർ നൈറ്റ് ആയതുകൊണ്ടും അങ്ങോട്ട് ചെന്നാൽ നമുക്ക് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും, ഭയങ്കര ന്യൂ ഇയർ നൈറ്റ് ആയതുകൊണ്ട് തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറായി ഇത്തവണ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തവണ ഇവിടെയാണ് വന്നിരിക്കുന്നത് സെലിബ്രേഷന് വേണ്ടിയിട്ട്. നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട്, ഏട്ടൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലി, അച്ഛനും അമ്മയും, നമ്മൾ ഇത്രയുള്ള കുഞ്ഞ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദിമോൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഫസ്റ്റ് ക്രൈന്ന് ഔട്ട്ഫിറ്റ് വാങ്ങിയിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ച ഔട്ട്ഫിറ്റ്. ഇത് വന്നിട്ടൊരു ഹുഡി ജാക്കറ്റും, അകത്തൊരു വൈറ്റ് ബനിയനും, പിന്നെ ബ്ലൂ ജീൻസും യെല്ലോ ഷൂസുമാണ് നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ആദിമോനെ കാണാനായിട്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഔട്ട്ഫിറ്റ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുത്തെടുത്താണെന്ന് അറിയത്തില്ല, അവനോട് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു കുഴപ്പമില്ലാണ്ട് നിൽക്കും കേട്ടോ. നന്നായിട്ട് പോസ് ചെയ്യും, സ്റ്റൈലായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടായിരുന്നു ഡ്രസ്സ് ഇടേണ്ടത്. അപ്പോൾ ആദ്യം തൊട്ടേ അപ്പോൾ ഇവനിങ്ങനെ വലിച്ച് പൊട്ടിക്കുന്നതുകൊണ്ട് നമ്മൾ സിബിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എല്ലാവരും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത്, നല്ല സീനറി ആയിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും ചെമ്മീൻ കെട്ടൊക്കെ ആയിട്ടാണ് ഈ പ്ലേസ് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ പ്രൈവറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ തന്നെയായിരുന്നു ഫോട്ടോഗ്രാഫിയൊക്കെ. നമ്മൾ സാധാരണ ഡേ ടു ഡേ വെഡിങ്ങിൽ സുബിൻ ചേട്ടനെയാണ് എപ്പോഴും വിളിക്കുന്നത്. എല്ലാത്തിനും ആദ്യം ഫസ്റ്റ് ബർത്ത്ഡേക്കും ആ ചേട്ടൻ തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ ആ ചേട്ടന് ന്യൂ ഇയർ ആയതുകൊണ്ട്, പിന്നെ ആ ചേട്ടൻ്റെ അടുത്തൊരു റിലേറ്റീവിൻ്റെ മാരേജ് ഉള്ളതുകൊണ്ട് ആ ചേട്ടന് വരാൻ പറ്റില്ല. പിന്നെ നമ്മൾ അവസാന നിമിഷം വേറൊരാളെ അന്വേഷിച്ച് കിട്ടില്ല. ഒന്നാലും നമ്മൾ 1-2 പേരോടൊക്കെ ചോദിച്ചു, പക്ഷേ നമുക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെയാണ് ഫോട്ടോസൊക്കെ എടുത്തത്.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോട്ടെ, എല്ലാവരും ഫാമിലി ആയിട്ടുള്ള. കാരണം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് ഒരുപാട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി നമ്മൾ വന്നതേ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് നടന്നത് കേട്ടോ. അപ്പം നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നല്ലൊരു ഡിസ്റ്റൻസ് നടക്കാനുണ്ട്. നടക്കുന്ന വഴിക്കൊക്കെ നല്ല വ്യൂ ആണ്. അപ്പം നമ്മൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും പിന്നെ കുറേ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ പലതരത്തിലെ ഫുഡിനെ കുറിച്ചും പിന്നെ നമ്മുടെ സിനിമയിലെ കുറച്ച് കോമഡികളൊക്കെ അങ്ങനെ കുറച്ച് ഫ്ലെക്സുകളും കാര്യങ്ങളും ഒക്കെ വെച്ചു. അപ്പം അത്യാവശ്യം നടക്കാനുണ്ട്. പക്ഷെ അത് നല്ല വ്യൂ ആണ്, നല്ല രസമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വീഡിയോ കോൾ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കോളിലൂടെയാണ് ഇത്തവണ ഏട്ടൻ ആദ്യം എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതെല്ലാം. അപ്പം ഏട്ടൻ ഓൺ കോളായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ നേരെ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ നമ്മളവിടെ എത്താറായിട്ടുണ്ട്. പിന്നെ ഇവിടെ കയറണമെങ്കിൽ ഒരു പാസ് ഉണ്ട് കേട്ടോ. 50 രൂപയാണ് ഒരാൾക്ക്. തീരെ ചെറിയ കുട്ടികൾക്കില്ല, 10 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കില്ല. ബാക്കി മുതിർന്നവർക്ക് 50 രൂപയാണ് പാസ്. അതവർ പറഞ്ഞ് പുറത്തുനിന്ന് വേറെ ആൾക്കാരൊന്നും കയറാതിരിക്കാനാണ് ഇവിടെ ആരൊക്കെ കയറുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാണെന്നാണ് അവർ പറഞ്ഞത്. ബായി എടുക്കുന്ന ഇപ്പോൾ എത്ര പേരാണോ ആ ഒരു പൈസ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ബില്ലിൽ നിന്ന് അവർ ഡിസ്കൗണ്ട് ചെയ്യും. അപ്പോൾ ഈ ആളുകളെ നോക്കി കയറ്റാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു പാസ്സാണ് കേട്ടോ. അപ്പോൾ അത് നല്ല കാര്യമായിട്ട് തോന്നി. കാരണം ഫാമിലി ആയിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത് നന്നായിട്ട് തോന്നി. നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ ആ ബില്ലിൽ നിന്ന് അവർ ആ പൈസ ഡിസ്കൗണ്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തി. അപ്പോൾ ന്യൂ ഇയർ നൈറ്റും ക്രിസ്മസും ഒക്കെ ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് അവർ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്പേസ് കേട്ടോ. അതല്ലാതെ അവർ കുറേ സെപ്പറേറ്റ് കൗണ്ടറുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ പ്രൈവറ്റായിട്ട് കേക്ക് കട്ടിങ്, സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് കട്ടിങ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കേക്കും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ നമ്മളത് കൊണ്ടുവന്നെല്ലാം ഒന്ന് ചെറുതായിട്ട് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഒത്തിരി ഡെക്കറേഷനോ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല. കാരണം നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്തവണ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കേക്ക് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കേക്ക് നമുക്ക് ചെയ്തു തന്നത് റോളേഴ്സ് കേക്ക് റൂം സ്റ്റോറി എന്ന് പറയുന്ന ചേച്ചിയാണ് ചെയ്തു തന്നിരിക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. ഞാൻ കൊടുത്ത പിക്ക് അതുപോലെ തന്നെ ചെയ്തു തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയും സൂപ്പറായിട്ട് ചെയ്തു തന്നു. കഴിഞ്ഞ തവണയും ആദ്യയുടെ ബർത്ത്ഡേക്ക് നമ്മൾ, അതായത് ഫസ്റ്റ് ബർത്ത്ഡേക്കും ഇത്ത തന്നെയാണ് ചെയ്തു തന്നത്. അടിപൊളിയായിട്ട് ചെയ്തു തന്നിരുന്നു. അന്നും ഞാൻ കൊടുത്തത് അതുപോലെ തന്നെ ചെയ്തു തന്നു. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടൻ വീഡിയോയിൽ ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനെ വിളിച്ചിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പം കേക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത്ത അടിപൊളിയായിട്ട് ചെയ്തു തന്നപ്പോൾ ഇത്താക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പം കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ ആർക്കെങ്കിലും കേക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത്തുണ്ട്. റോളേഴ്സ് കേക്ക് റൂം സ്റ്റോറി എന്നാണ് കേട്ടോ ഇത്താടെ പേര്. അപ്പോൾ അങ്ങനെ നമ്മളതെല്ലാം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാവർക്കും കേക്ക് കൊടുക്കണം. ആദ്യം പിന്നെ ആദ്യം തന്നെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയിലെ അവൻ അങ്ങനെയായിരുന്നു. അവൻ തന്നെ കട്ട് ചെയ്ത് അവൻ തന്നെ ആ കത്തി കൊണ്ട് അവർക്ക് കോരി കൊടുക്കുമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണയും പിന്നെ കേക്ക് കട്ട് ചെയ്യാനും എല്ലാം അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഭംഗിയായിട്ട് നടന്നു.
അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് നിർത്തി ആദ്യയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആശാൻ അടങ്ങി നിൽക്കുന്നതേ ഉണ്ടായിരുന്നില്ല. ലൈറ്റ് കണ്ടപ്പോൾ ലൈറ്റിലേക്കെല്ലാം കയറി പിടിക്കരുന്നു. അപ്പോൾ പേടിയായിട്ട് ഞങ്ങൾ പെട്ടെന്ന് പരിപാടി നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും അവനെ ലൈറ്റിലൊക്കെ പിടിച്ച് വലിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ പേടിയായിട്ട് ഞങ്ങൾ പെട്ടെന്ന് പരിപാടി നിർത്തിയിട്ട് പോകുന്നതല്ല. പിന്നെ നമ്മളിനി ഫുഡ് കഴിക്കാനാണ് പോകുന്നത് കേട്ടോ. നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കൊടുത്തും അതിൻ്റെ പുറത്തൊക്കെ ആയിട്ട് ഇരിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. എങ്കിലും നമുക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് പിന്നെ ലൈറ്റൊക്കെ കുറച്ചും കൂടെ കിട്ടുന്നതും ഈ മെയിൻ ഇതിനകത്താണ്. അപ്പോൾ നമ്മൾ മെയിൻ ഇതിലേക്ക് വന്നിരുന്നു. പിന്നെ അത് വെള്ളത്തിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഇരിക്കാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ നടക്കുമ്പോഴും ഇതിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും. നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അവർ ലൈവായിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. സീ ഫുഡുകൾ, അല്ലാതെ ഫ്രൈഡ് റൈസ്, ബിരിയാണി, ചട്ടിച്ചോറ്, ചട്ടി ബിരിയാണി, അങ്ങനെ പല ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. എല്ലാവരും ആദിമോനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായി. ആദിമോൻ അവിടെ അതിങ്ങനെ കുലുങ്ങുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ പിന്നെ ഇവിടെ ഒരു 1 day സ്റ്റേക്കേഷൻ പോലെയൊക്കെ വരാൻ അടിപൊളിയാണ് കേട്ടോ. കാരണം ഇവിടെ ബോട്ടിങ്ങും ലൈവ് ഫിഷിങ്ങും ഒക്കെ ഉണ്ട് ഡേ ടൈമിൽ. നൈറ്റിൽ ചെന്നതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ ഒരു 1 day സ്റ്റേക്കേഷനൊക്കെ പോലെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ്. അടിപൊളിയാണ് കേട്ടോ. വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പം നമ്മളെല്ലാവരും പലതരം ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊറോട്ട, ചെമ്മീൻ റോസ്റ്റ്, പിന്നെന്താ ബിരിയാണി, പാൽക്കപ്പ, പിന്നെ അല്ലാതെ കപ്പയും ബീഫും, പിന്നെ കല്യാണ ചട്ടിച്ചോറ്, അങ്ങനെ ഞങ്ങൾ കഴിച്ചത് എന്തൊരു സ്പെഷ്യൽ ചട്ടി ഐറ്റം ആയിരുന്നു. ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. ഞാൻ ലച്ചു അതാണ് കഴിച്ചത്. അത് നല്ല വേർത്തായിരുന്നു കേട്ടോ. പ്രൈസിന് വേർത്തായിട്ടുള്ള ഒരു ഫുഡായിരുന്നു. നല്ല എമൗണ്ടും അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ചിക്കൻ, ബീഫ്, പിന്നെ നമ്മുടെ ബിരിയാണി റൈസ്, നെയ്ച്ചോറ്, പിന്നെ ചെമ്മീൻ, കൂന്തൽ, അങ്ങനെ ഐറ്റംസൊക്കെ കുറേ വെച്ചിട്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജ്യൂസുകളൊക്കെ ഓർഡർ ചെയ്തു. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് 1-2 ഐറ്റംസ് വളരെ നല്ലതായിരുന്നു. 1-2 ഐറ്റംസ് അത്ര അങ്ങോട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പൊറോട്ട അവർ ഉണ്ടാക്കി വെച്ചതും കണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി ഐറ്റംസ് വലിയ കുഴപ്പമില്ല. പാൽക്കപ്പയും അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് കഴിച്ച ആൾക്കാർ പറഞ്ഞത്. ബാക്കി ഫുഡൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഇത്തവണ നമ്മുടെ ഫാമിലിയും റിലേറ്റീവ്സും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ. പക്ഷെ നമുക്ക് പറ്റിയില്ല. ഫസ്റ്റ് ബർത്ത്ഡേയും നമുക്ക് പറ്റിയില്ലായിരുന്നു കേട്ടോ. കാരണം ആ സമയത്ത് ഏട്ടൻ്റെ വലിയച്ഛൻ മരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സമയത്തും ഇതുപോലെ തന്നെ ചെറിയൊരു പ്രൈവറ്റ് ഫാമിലി ഫംഗ്ഷനാണ് ചെയ്തത്. അപ്പോൾ ഇത്തവണയും ഏട്ടൻ വിചാരിച്ചിരുന്നതാണെന്ന് വരണം എന്ന്, പക്ഷേ പറ്റിയില്ല. പക്ഷേ മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നാണെന്നല്ലോ, നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ബർത്ത്ഡേ എന്തായാലും നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നതായിരിക്കും കേട്ടോ എന്ന് വിചാരിക്കുന്ന. അതെങ്കിലും അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അത് നടക്കട്ടെ. അപ്പം നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു. ആദിക്ക് ബിരിയാണിയുടെ റൈസൊക്കെ കൊടുത്തിട്ട് ആദിക്ക് അതൊക്കെയാണ് ഇഷ്ടം. അപ്പം അങ്ങനെ അതൊക്കെ കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ചു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഞാനും വെച്ച് ഓർഡർ ചെയ്ത അതിൻ്റെ ഒരു പ്രത്യേക പേരായിരുന്നു കേട്ടോ. അത് ഞാൻ മറന്നുപോയി. അപ്പോൾ പാൽക്കപ്പ, പൊറോട്ട അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അമ്മ മാറ്റി വെച്ചിട്ട് പാൽക്കപ്പ ഓർഡർ ചെയ്തതാണ്. പക്ഷേ അമ്മയ്ക്ക് പാൽക്കപ്പയും അത്ര ഇഷ്ടപ്പെട്ടില്ല. ജ്യൂസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ജ്യൂസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അമ്മയും മാൾട്ടി ഓറഞ്ച് ജ്യൂസും ഞാൻ ഫ്രഷ് ലൈമും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഞങ്ങളുടെ ആദിമോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.